16 പേരായിരുന്നു ഈ ഇഷ്യൂ നടന്ന ICUണ്ടായിരുന്നു. അവരെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ന്യൂറോ ICUലുള്ള രോഗികളെ തൊട്ടടുത്തുള്ള ICUയിലോട്ട് മാറ്റിയിട്ടുണ്ട്. വലിയ ഒരു അപകടത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആശുപത്രിയും രോഗികളും എല്ലാം തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. വളരെ സജീവമായിട്ട് ഡോക്ടേഴ്സ് അതിനകത്തുണ്ട്, നഴ്സുമാരും ഒക്കെ ഇടപെട്ടതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. രോഗികളുടെ ബൈസ്റ്റാൻഡർമാരും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വെന്റിലേറ്റർ തീപിടിച്ചപ്പോൾ വെന്റിലേറ്ററിനകത്ത് ഈ ഫോക്സ് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ഉപകരണം കത്തി, അതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ പുകപടലങ്ങൾ വരികയുണ്ടായി. ഇപ്പോൾ ICUയിൽ കുറച്ച് പുക പടർന്നു പഠിച്ചിട്ടുണ്ട്. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഫലം കിട്ടിയാലുടൻ തന്നെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. നമസ്കാരം. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ 1ാം നിലയിലെ സർജിക്കൽ ICUവിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറിക്ക് സമാനമായ തീപിടുത്തം ഉണ്ടാകുന്നത് ആശുപത്രി ജീവനക്കാരുടെ അതിവേഗത്തിലുള്ള ഇടപെടലും സംയോജിതമായ നീക്കങ്ങളുമാണ് 33 രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. രാവിലെ 9 മണിയോടെയാണ് ICUവിലെ ഒരു വെന്റിലേറ്ററിനുള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ തീ പടർന്നത്. നിമിഷങ്ങൾക്കകം ഉപകരണം കത്തി ഒരു കട്ടിലേക്ക് തീ പടരുകയായിരുന്നു. ഓക്സിജൻ ലൈനുകൾക്ക് തീ പിടിച്ചിരുന്നു എങ്കിൽ ആശുപത്രിയാകെ വലിയ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാമെന്നുള്ള ഒരു നിഗമനവും ഉണ്ട്. എന്തായാലും ആ ഒരു വലിയൊരു ദുരന്തമാണ് നിലവിലിപ്പോൾ ഇവിടെ ഒഴിവായിരിക്കുന്നത്. എന്തായാലും അപായ സൂചന കണ്ട ഉടൻ തന്നെ ജീവനക്കാർ ICUവിലെ ഓക്സിജൻ വിതരണം വിച്ഛേദിക്കുകയാണ് ഉണ്ടായത്. ആദ്യം ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് മേയർ VV രാജേഷ് ഓടിയെത്തി. പിന്നീട് എല്ലാ അധികൃതരുടെയും, അതായത് ഡോക്ടർമാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാവരുടെയും തന്നെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുന്നത്. എന്തായാലും ഈ 33 രോഗികളെയും നിലവിലിപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ്. രോഗികൾ ഉണ്ടായിരുന്ന 12 പേരെ 16 പേരായിരുന്നു ഈ ഇഷ്യൂ നടന്ന ICUയിലുണ്ടായിരുന്നു. അവരെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ന്യൂറോ ICUയിലുള്ള രോഗികളെ തൊട്ടടുത്തുള്ള ICUയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതിയിൽ മാനേജബിളാണ്. ഒരു വെന്റിലേറ്ററിൽ നിന്നാണ് തീ പടർന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് അല്ല, അങ്ങനെ ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തായാലും വളരെ സജീവമായിട്ട് ഡോക്ടേഴ്സ് അതിനകത്തുണ്ട്, നഴ്സുമാരും ഒക്കെ ഇടപെട്ടതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. രോഗികളുടെ ബൈസ്റ്റാൻഡർമാരും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇനി എങ്ങനെയാണ് വെന്റിലേറ്ററിൽ സ്പാർക്കുണ്ടായെന്നുള്ളതിനെക്കുറിച്ച് അവരുടെ കൃത്യമായിട്ടുള്ള ഘടകങ്ങൾ അന്വേഷിക്കും. സംഭവം ഉണ്ടായപ്പോൾ തന്നെ ചേട്ടൻ സ്ഥലത്തെത്തി. ആ വിവരം അറിഞ്ഞുടൻ തന്നെ ഓഫീസിലോട്ട് പോവുകയായിരുന്നു. ഇവിടെ അറിഞ്ഞുടൻ തന്നെ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ DME ഉണ്ടായിരുന്നു, സൂപ്രണ്ട് ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. അവർ അതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും നഴ്സുമാരും തന്നെ അവർക്ക് കിട്ടിയ ട്രെയിനിങ് വെച്ചുകൊണ്ട് അവരിടപെട്ടു. പേഷ്യൻസിനെയൊക്കെ തന്നെ ഇവാക്യുവേറ്റ് ചെയ്തു. ഇപ്പോൾ ICUയിൽ കുറച്ച് പുക പടർന്നു പഠിച്ചിട്ടുണ്ട്. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മാനേജബിളാണ്. ബൈസ്റ്റാൻഡേഴ്സിനോടൊക്കെ തന്നെ ഞങ്ങൾ എല്ലാവരും വന്ന് ഡോക്ടേഴ്സ് ഉൾപ്പെടെ വന്ന് കൃത്യമായ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. തീ അണച്ചുവെങ്കിലും വെന്റിലേറ്ററിൽ ഓക്സിജൻ ലീക്ക് ഉണ്ടായതോടെ ICUവിനുള്ളിൽ കനത്ത പുക നിറയുകയായിരുന്നു. ശ്വാസം മുട്ടിക്കുന്ന പുക ഉയർന്നതോടെ ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. എന്തായാലും ആ ഒരു അവസ്ഥകളെല്ലാം തന്നെ നിലവിലിപ്പോൾ മാറിയിരിക്കുന്നു. എന്തായാലും ഇതോടെയാണ് ICUവിൽ ചികിത്സയിലായിരുന്ന 33 രോഗികളെയും അടിയന്തരമായി മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയത്. ഇപ്പോൾ എല്ലാ രോഗികളും സുരക്ഷിതരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ എല്ലാവരും തന്നെ നിലവിലിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ ആരോഗ്യമന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിച്ചിരുന്നു, വിവരം അറിയിച്ചിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് കടകംപള്ളി സുരേന്ദ്രൻ നമുക്ക് നൽകിയിരിക്കുന്നത്. വെന്റിലേറ്റർ ഘടിപ്പിച്ചിരുന്നതായിട്ടുള്ള ഇലക്ട്രിക് പ്ലഗിന് പോലും കുഴപ്പമുണ്ടായിട്ടില്ല. വെന്റിലേറ്റർ തീപിടിച്ചപ്പോൾ വെന്റിലേറ്ററിനകത്ത് ഈ ഫോക്സ് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ഉപകരണം കത്തി, അതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ പുകപടലങ്ങൾ വരികയുണ്ടായി. തൊട്ടടുത്തുള്ള ഒരു മറച്ചിരുന്നതായിട്ടുള്ള ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു, അതും കത്തി. അപ്പോൾ ഇത് രണ്ടുമായപ്പോഴത്തേക്ക് പുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുള്ള സഫോക്കേഷൻ
അവിടെ കിടന്ന രോഗികൾക്കുണ്ടായിട്ടുണ്ട്. അവരെ ചികിത്സിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ഡോക്ടർമാർ, നഴ്സുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗവും ഡോക്ടർമാരും മറ്റെല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും പെട്ടെന്ന് തന്നെ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചു. വെന്റിലേറ്റർ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ അടുത്ത വാർഡിൽ വെന്റിലേറ്റർ പ്രത്യേകം ഘടിപ്പിച്ച് വെന്റിലേറ്ററിൻ്റെ സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. ആ സന്ദർഭത്തിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിലും മറ്റും ഏർപ്പെട്ടിരുന്ന ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സുമാർ തുടങ്ങിയ ആളുകൾക്കുണ്ടായിട്ടുള്ള സഫക്കേഷൻ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സ പൂർത്തീകരിച്ചു. ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചു. അവരെല്ലാവരും പറയുന്നത് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. രോഗികളുമായിട്ട് ഞാൻ സംസാരിച്ചു. രോഗികളും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലയിൽ മാറിയിട്ടുണ്ട്. വലിയ ഒരു അപകടത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആശുപത്രിയും രോഗികളും എല്ലാം തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സംയോജിതമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും മിസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആരും തന്നെ മിസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ PROയുടെ നേതൃത്വത്തിൽ, സെക്യൂരിറ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളും സന്ദർശിച്ച് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചു. അപ്പോൾ ഇതറിഞ്ഞ മാത്രയിൽ തന്നെ അവർ ഈ ഗവൺമെൻറ് സെക്രട്ടറിയോടും അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഗവൺമെൻറ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ DMO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. പ്രിൻസിപ്പലും അതുപോലെ തന്നെ നമ്മുടെ വിശ്വനാഥനും DMEയും എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും അവർ വിലയിരുത്തിയിട്ടുണ്ട്. വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അറിയിച്ചിട്ടുള്ളത് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഫലം കിട്ടിയാൽ ഉടൻ തന്നെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ വെന്റിലേറ്റർ തീ പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിലുള്ള വെന്റിലേറ്റേഴ്സിൻ്റെ എല്ലാം തന്നെ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ഹോസ്പിറ്റലുകളിലെയും വെന്റിലേറ്ററുകൾ അടക്കമുള്ള ഉപകരണങ്ങളുടെ പരിശോധന, ഓഡിറ്റിംഗ് അടിയന്തരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുൻപിലിരിക്കുന്ന രോഗികൾക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാരാണ്. അവരെല്ലാവരും തന്നെ നേരത്തെ വലിയ രീതിയിലുള്ള ആശങ്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലിപ്പോൾ ഈ 33 രോഗികളെയും നിലവിലിപ്പോൾ മാറ്റിയിരിക്കുന്നു, സുരക്ഷിതമായ രീതിയിൽ മാറ്റിയിരിക്കുന്നു എന്നാണ് നമ്മളോട് കടകംപള്ളി സുരേന്ദ്രനും മേയർ VV രാജേഷ് എല്ലാവരും തന്നെ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു ആശങ്കയാണ് ഒഴിവായിരിക്കുന്നത്, വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ 1-ാം നിലയിലെ സർജിക്കൽ ICUവിലാണ് വെന്റിലേറ്ററുകൾ കത്തി അപകടമുണ്ടായത്. 33 രോഗികളുടെ ജീവൻ രക്ഷിച്ച ജീവനക്കാർ ശരിക്കും സൂപ്പർ ഹീറോകളായി മാറിയ നിമിഷങ്ങൾക്കായിരുന്നു ആശുപത്രി സാക്ഷ്യം വഹിച്ചത്. രാവിലെ 9 മണിയോടെ ICUവിലെ ഒരു വെന്റിലേറ്ററിനുള്ളിൽ നിന്ന് തീ പടരുന്നത് കണ്ട ഉടൻ തന്നെ ജീവനക്കാർ അസാമാന്യ ധൈര്യമാണ് കാട്ടിയത്. ഒരു കട്ടിലേക്ക് തീ പടർന്നുവെങ്കിലും ജീവനക്കാർ ഉടൻ തന്നെ ICUവിലെ ഓക്സിജൻ വിതരണം വിച്ഛേദിക്കുകയായിരുന്നു. ഓക്സിജൻ ലൈനുകളിലേക്ക് തീ പടർന്നുവെങ്കിൽ വലിയൊരു സ്ഫോടനത്തിന് ആശുപത്രി സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. അഗ്നിശമന സേന എത്തുന്നതിന് മുൻപ് തന്നെ കൈവശമുള്ള അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാർ തീ അണച്ചതും അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമായി എങ്കിലും വെന്റിലേറ്ററിൽ ഓക്സിജൻ ലീക്ക് ഉണ്ടായതോടെ ICUവിനുള്ളിൽ കനത്ത പുക നിറയുകയായിരുന്നു. എന്തായാലും ആശുപത്രി അധികൃതരുടെ സംയോജിതമായ ഇടപെടലാണ് ഇത്തരത്തിലൊരു വൻ ദുരന്തം ഒഴിവാകാൻ കാരണമായത്. 33 രോഗികൾ നിലവിലിപ്പോൾ പരിപൂർണമായി സേഫാണ്, സുരക്ഷിതരാണ് എന്നാണ് ആശുപത്രി അധികൃതർ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.